Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിയോഡിയുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജും കൂടി ഡിസ്കസ് ചെയ്യും. നമ്മൾ ബിയോഡിയുടെ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇവിടെ നോക്കും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് മെയ് 2019, ഒക്ടോബർ 2019 ആൻഡ് സെപ്റ്റംബർ 2020 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് ഒക്ടോബർ 2019 സപ്ലിമെന്ററി പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ പാർട്ട് എയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട്, സെക്കൻഡിൽ എ ക്വസ്റ്റ്യൻ 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. A 2% solution of a sewage sample is incubated for 5 days at 20 degrees Celsius. The depletion of oxygen was found to be 5 milligram per liter. അതായത് oxygen consumption എത്രയാണ്? 5 milligram per liter ആണ്. Determine the BOD of this sewage. അപ്പോൾ ഒരു 2% സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. 5 ഡേ ഇൻക്യൂബേറ്റ് ചെയ്തപ്പോൾ ഓക്സിജൻ ഡിപ്ലീഷൻ എത്രയാണ് കണ്ടിരിക്കുന്നത്? 5 milligram per liter ആണ്. സോ ഫൈൻഡ് ഔട്ട് ദി BOD of the sewage. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 2% സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടത് ഡയലൂഷൻ റേഷ്യോ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡയലൂഷൻ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഡയലൂഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു 100 let the sample amount be 100 divided by percent of the solution. So here this will be equal to 100 by 2. This will be equal to 50. അതായത് നമുക്കൊരു 100 ml സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, 100 ml സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ 50 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പോർഷനിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2% ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ അത്തരത്തിലാണ് 100 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50 ആണ് ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്? ഡയലൂഷൻ റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. ഇനി തന്നിരിക്കുന്ന ഓക്സിജൻ കൺസംപ്ഷൻ എത്രയാണ്? 5 milligram per liter. or this is equal to 5 ppm. അപ്പോൾ നമുക്ക് ഡയലൂഷൻ റേഷ്യോയും DO കൺസപ്ഷനും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് BOD കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. BOD for 5 day is will be equal to DO consumed into dilution ratio. So BOD for 5 day will be equal to DO consumed is 5 into dilution ratio is 50. So this will be equal to 250 ppm. അപ്പോൾ ഇത്ര ഈ ഒരു 3 സ്റ്റെപ്പിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 7 മാർക്ക്. ഈസി പ്രോബ്ലം. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം where we will get the dilution ratio and DO consumption. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നോക്കാം. സോ നെക്സ്റ്റ് പ്രോബ്ലം ഈ അടുത്ത് നടന്ന സപ്ലിമെന്ററി എക്സാം സെപ്റ്റംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ പാർട്ട് എയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, അതിൽ സി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. So determine the ultimate first stage BOD for a wastewater having 5 day BOD at 20 degrees Celsius as 160 milligram per liter. Assume deoxygenation constant at 20 degrees Celsius as 0.2 per day. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? BOD for 5 day തന്നിട്ടുണ്ട് 160 milligram per liter. റേറ്റ് കോൺസ്റ്റന്റ്, അതായത് ഡിയോക്സിജനേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. എത്രയാണ്? ഫോർ 20 ഡിഗ്രി സെൽഷ്യസ് ആസ് 0.2 per day. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അൾട്ടിമേറ്റ് ഫസ്റ്റ് സ്റ്റേജ് BOD L0 കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ ഗിവൺ BOD for 5 day, that is Y5 is equal to 160 milligram per liter. Okay, അതല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. BOD for 5 day is equal to L0 into 1 minus 10 power minus KT. Okay, അല്ലെങ്കിൽ Y5 is equal to YT is equal to എന്ന് പറയുന്നതിന് പകരം Y5 is equal to L0 into 1 minus 10 power minus KT. അപ്പോൾ ഇവിടെ BOD അല്ലെങ്കിൽ Y5 എത്ര തന്നിരിക്കുന്നത്? 160 milligram per liter. So this is equal to L0 into 1 minus 10 power minus
What is K? K is 0.2 per day. അപ്പോൾ അതിവിടെ കൊടുക്കുക 0.2 into what is time? Time in days. BOD for 5 day ആണ്. So T is equal to 5 day. So into 5. Okay. So this will be equal to L0 into 1 minus 10 power minus 2 into 5. So that will be equal to minus 0.1. Right? So, sorry, minus 0.2 into 5, that will be minus 1. So 10 power minus 1. So this will be equal to L0 into 1 minus, what is 1? 10 power minus 1, that will be 1 by 10, or that will be equal to 0.1. Okay, so 160 is equal to L0 into 0.9. This implies L0 is equal to 160 divided by 0.9. So this will be equal to 77.777 milligram per liter, or this will be almost equal to 177.78 milligram per liter. So this is how you have to do BOD, ultimate BOD calculation, L0. Ultimate BOD എന്ന് പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് BOD റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഡികമ്പോസിഷൻ. അല്ലെങ്കിൽ ഇത്രയും ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫുൾ ഡികമ്പോസിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ദിസ് ഈസ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് L0. സോ ഈ L0ന് നമ്മൾ എന്താ അറ്റ് ടൈം T equal to 0 ഇത്രയും L0 നമുക്ക് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്ടിമേറ്റ് BOD L0. ഇനി ഇതൊരു സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം ആണ്. ഇനി ഇതേപോലെ നമുക്ക് സപ്പോസ് ഇത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈഫൈ 5 ഡേ ആണ്. നമുക്കൊരു 3 ഡേ BOD അറിയണം. അത്തരത്തിലുള്ളൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെയ് 2019 റെഗുലർ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അഗെയിൻ പാർട്ട് എയിൽ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇറ്റ് ക്യാരീസ് 5 മാർക്സ്. The 5-day BOD of a sewage sample is 150 mg per liter. Determine its 3-day. നമുക്ക് 5 day അറിയാം. 3 day 20 degree Celsius BOD. Assume deoxygenation constant at 20 degree Celsius as 0.1. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we have BOD 5 as given as 150 mg per liter. ഇത് തന്നെയാണ് എന്ത് നമ്മുടെ YT, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൈഫൈ. ഓക്കെ, YT ഈക്വൽ ടു വൈഫൈ എത്രയാണ്, 150 milligram per liter ആണെന്ന് പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് സെയിം L0 മൈനസ് LT അല്ലെങ്കിൽ L0 മൈനസ് L5. അതും എന്താണെന്ന് പറയാം, 150 milligram per liter. ഇത് സെയിം BOD 5ന് ഇത്തരത്തിൽ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി YTയുടെ ഇക്വേഷൻ എന്താണ്, YT ഈസ് ഈക്വൽ ടു L0 into 1 minus 10 power minus KT അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 150 ml milligram per liter for 5 day തന്നിട്ടുണ്ട്. സോ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 150, അതായത് YT തന്നിട്ടുണ്ട് 150 equal to L0 into 1 minus 10 power minus K എത്രയും തന്നില്ല 0.1 into 5. Okay, so this will be equal to 10 into 1 minus 10 power minus 0.5, or this will be equal to L0 into 0.6837. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് L0 ultimate BOD ഫസ്റ്റ് സ്റ്റേജ് BOD L0 കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ കേസിൽ ചെയ്ത അതേ സ്റ്റേജ് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 0.6837 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 219.3944 എന്ന് കിട്ടും, ഓർ ഓൾമോസ്റ്റ് ഈക്വൽ ടു 219.34 milligram per liter. So this is how we will find out the ultimate first stage BOD. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്രയാണ്, determine 3-day BOD at 20 degree Celsius. അപ്പോൾ BOD 3 ആണ് കണ്ടുപിടിക്കേണ്ടത്, or this is equal to Y3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Y3 കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, Y3 is equal to L0 into 1 minus 10 power minus K into T
അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ L0 നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് ദ ultimate first stage BOD. അത് സെയിം ആണ് ഫോർ എനി ഡേ. അപ്പോൾ നമുക്ക് 219.34 കൊടുക്കാം ഇൻറ്റു 1 മൈനസ് 10 പവർ മൈനസ് കെ എത്രയാണ് നമുക്കറിയാം 0.1 ആണെന്ന് അറിയാം. ടി എത്രയാണ് നമുക്ക് 3 ഡേയ്സിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 109.409, or this is almost equal to 109.41 milligram per liter. So this is how the third type of problem. ഇനി ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടാണ്. അതല്ലാതെ ടെമ്പറേച്ചർ മാറുമ്പോൾ ആ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. കൂടുതൽ പ്രോബ്ലം അറിയണം എന്നുള്ളവർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുക. BC പുന്മയുടെ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം BODയുടെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് ആണ്. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ് നോക്കണമെങ്കിൽ നമുക്ക് വാട്ടറിൽ എന്തൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് ആദ്യം അറിയണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, അക്വാട്ടിക് അനിമൽസ് ഉണ്ട്, പിന്നെ അക്വാട്ടിക് മോൾസ്, ബാക്ടീരിയാസ്, വൈറസ്, ഇങ്ങനെ പല തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സീവേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഏതാണ്? ബാക്ടീരിയ തന്നെയാണ്. അപ്പോൾ ബാക്ടീരിയ തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. അതിനെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് 3 ഗ്രൂപ്പ്സ് ആർ polyorogenous group, that is a coliform group bacteria, then Clostridium group of bacteria, then fecal coliform, fecal streptococci form of bacteria. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് ആണ് നമ്മൾ മെയിൻലി സീവേജിൽ അല്ലെങ്കിൽ വാട്ടറിൽ കാണുന്ന ബാക്ടീരിയാസ്. ഇതല്ലാതെയും വേറെയും ബാക്ടീരിയാസ് ഉണ്ട്, വേറെയും ഫോംസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. പക്ഷെ എക്സ്ക്രീറ്റൽ ഒറിജിൻ, ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ അനിമൽ എക്സ്ക്രീറ്റൽ ഒറിജിൻ ഉള്ള മെയിൻ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് ആണ് ഈ 3 ബാക്ടീരിയാസ്, കോളിഫോം ബാക്ടീരിയാസ്, ദെൻ കൊളസ്ട്രിഡിയം ബാക്ടീരിയാസ് ആൻഡ് ഫീക്കൽ ബാക്ടീരിയ. അതിൽ നമ്മൾ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടുപിടിക്കുന്ന നമ്മൾ ഈക്കോളായി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതാണ് മെയിൻലി എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഹ്യൂമൻ ഇൻഡസ്റ്റൈൻസിലും വാം ബ്ലഡഡ് അനിമൽസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് കോളിഫോം ബാക്ടീരിയ ആണ് ഈക്കോളൈ ബാക്ടീരിയ. ഇനി കൊളസ്ട്രീഡിയം ബാക്ടീരിയ ആണെങ്കിൽ these will be found in organisms in cultivable soils അല്ലെങ്കിൽ polluted water, അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മളിത് കാണാറ്. ഓക്കെ, then this helps in digestion for warm blooded animals. അപ്പോൾ അതൊരു ബെനിഫിഷ്യൽ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഇനി ഫീക്കൽ കോളിഫോം പറഞ്ഞാൽ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫൗണ്ട് ഇൻ ഹ്യൂമൻ ഇൻഡസ്റ്റൈൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക ഈക്കോളൈ ടെസ്റ്റ് ആണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഡൗട്ട് ഫെർദർ കൺഫർമേഷൻ വേണമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫീക്കൽ കോളിഫോം ടെസ്റ്റിലേക്ക് പോകുള്ളൂ. അതല്ലാത്ത കേസിൽ ആക്ച്വലി വി വിൽ ഗോ ഫോർ ഈക്കോളൈ ടെസ്റ്റ്. ഇനി കോളിഫോം ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ്. The first method is multi-tube fermentation technique and the other one is membrane filter technique. ഇതിന് മുന്നേ ആയിട്ട്, അതായത് ഈ ഒരു 2 മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ശരിക്കും തുടക്കത്തിൽ ടോട്ടൽ അഗാർ മെത്തേഡ് അല്ലെങ്കിൽ അഗാർ പ്ലേറ്റ് കൗണ്ട് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും അത് നമുക്ക് അത്ര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ വന്നിരിക്കുന്നതാണ് കംപ്ലീറ്റ് കോളിഫോം ടെസ്റ്റ് ബേസ്ഡ് ഓൺ മൾട്ടി ട്യൂബ് ഫെർമെന്റേഷൻ ടെക്നിക് ആൻഡ് മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്. അപ്പോൾ മൾട്ടി ട്യൂബ് ഫെർമെന്റേഷൻ ടെക്നിക്കും മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്കും നിങ്ങൾ ലാസ്റ്റ് ടൈം എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 പഠിക്കുമ്പോൾ എഗെയിൻ അവിടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഒന്നും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അത് മറന്നുപോയവർ എന്ത് ചെയ്യുക, അതിൽ പോയിട്ട് എന്താണ് മെംബ്രെയിൻ ട്യൂബ് ഫിൽട്രേഷൻ ടെക്നിക് ആൻഡ് മൾട്ടിപ്പിൾ ട്യൂബ് ഫെർമെന്റേഷൻ ടെക്നിക് ആൻഡ് മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക് എന്ന് നോക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോളിഫോം ടെസ്റ്റ്
ചെയ്യും. മോസ്റ്റ് ഓഫ് ദ കേസ് മെജോറിറ്റി ലാബ് പ്രിഫർ മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്. കാരണം ഇത് പ്രോപ്പറായിട്ട് നമുക്ക് എന്താ സീവേജ് ഒരു ഫിൽറ്റർ പേപ്പറിൽ ഫിൽറ്റർ ചെയ്ത് കൾച്ചറൽ മീഡിയത്തിൽ ഇൻക്യുബേഷൻ പീരീഡിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ കൗണ്ട് ഓഫ് കോളിഫോം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം ചെയ്തിട്ട് വി വിൽ റെപ്രസെന്റ് ദിസ് ടോട്ടൽ കോളിഫോം ഇൻ ടേംസ് ഓഫ് MPN, most probable number. അപ്പോൾ MPN ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ കോളിഫോമിന്റെ പ്രസൻസ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ബാക്ടീരിയൽ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ ഇത്രേ പറയാനുള്ളൂ. Different types of microorganisms will be present in water like plants, animals and bacteria. അതിൽ ബാക്ടീരിയാസ് ആണ് നമുക്ക് എക്സ്ക്രീറ്റൽ ഒറിജിൻസ് ഉള്ള ബാക്ടീരിയാസ് ആണ് നമ്മുടെ സീവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൽ പൊല്യൂട്ടൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗാനിസംസ്. അപ്പോൾ അത് തന്നെ മെയിൻ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്, വിച്ച് ആർ ആക്ടിങ് ആസ് എ പൊല്യൂട്ടൻറ്റ് ഓർ harmful during consumption. So these groups are coliform group, the Clostridium group and fecal group. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് E. coli ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ coliform ടെസ്റ്റ് ആണ്, either by multiple tube fermentation technique or membrane filter technique, and will represent the bacterial density by most probable number, MPN. Okay, so this is all about biological characteristics of sewage. ഇനി നമുക്ക് പാർട്ട് എയിലെ മൊഡ്യൂൾ 1ഉം 2ഉം കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇത് മെയ് 2019 ഫസ്റ്റ് റെഗുലർ എക്സാമിൽ വന്ന പാർട്ട് എ പോർഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ യു ക്യാൻ സീ ഹൗ ദ ക്വസ്റ്റ്യൻ പേപ്പർ ലുക്സ് ലൈക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദിസ് ഈസ് ഫ്രം ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ദെൻ ദിസ് ഈസ് ഫ്രം സെക്കൻഡ് മൊഡ്യൂൾ ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫ്രം സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലാണ് ഫസ്റ്റ് റെഗുലർ എക്സാമിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 15 + 15 30 മാർക്സിന് ഇവിടെ വന്നു, ഇവിടെ 15 മാർക്സിന് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞത് ഒക്ടോബർ 2019 സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിലാണ്, ദെൻ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളാണ്. ഓക്കെ, സോ ഇത് 15 മാർക്സിന്റെ പോർഷനായി, ഇത് 15 മാർക്സിന്റെ പോർഷനായി. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ഓഫ് കോൺസെൻട്രേഷൻ അതെവിടുന്ന് വന്നു, നമ്മൾ ഫസ്റ്റ് പോർഷനിൽ വന്നു, റൈറ്റ്. ദെൻ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി ആൻഡ് ലിമിറ്റിംഗ് വെലോസിറ്റി അഗെയിൻ ഫസ്റ്റ് പോർഷനിൽ വന്നു. ഈ ക്വസ്റ്റ്യൻ എന്ത്, ബിയോഡിയുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് പോർഷനിൽ വന്നു. അപ്പോൾ ഇവിടെ 7 മാർക്ക് ഫസ്റ്റ് മൊഡ്യൂളിനും 8 മാർക്ക് സെക്കൻഡ് മൊഡ്യൂളിനും. അപ്പോൾ ഇവിടെ ഈക്വൽ പ്രപ്പോർഷനാണ്, ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഈക്വൽ പ്രപ്പോർഷനിലാണ് ഒക്ടോബർ 2019 വന്നിരിക്കുന്നത്. അഗെയിൻ ഇഫ് യു ലുക്ക് ദി ലേറ്റസ്റ്റ് വണ്ണിൽ നോക്കുവാണെങ്കിൽ ദിസ് ഈസ് ഓഫ് സെക്കൻഡ് മൊഡ്യൂൾ, റൈറ്റ്. ഇത് ഫസ്റ്റ് മൊഡ്യൂളാണ്, ഇതും ഫസ്റ്റ് മൊഡ്യൂളാണ്. സോ 13 മാർക്സ് ഫ്രം ഫസ്റ്റ് മൊഡ്യൂൾ. അഗെയിൻ ഇവിടെ നമുക്ക് വീണ്ടും ഇത് രണ്ടിലേക്ക് പോയി. സോ again for the first module you have 4 and 4.5 marks. Okay, then for the last category this is completely second module completely 15 marks ആണ്. ഇവിടെ 10.5 marks സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് മൊഡ്യൂൾ, ഇതും ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ നോക്കൂ, ഏകദേശം ഒരു 25.5 മാർക്സ് എവിടെ നിന്ന് വരുന്നത്, സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. സോ ജസ്റ്റ് concentrate more on the second module portion. നമുക്ക് കൂടുതൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം അതിനനുസരിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ രണ്ടും പഠിക്കാൻ എളുപ്പമുള്ളവർ അതിനനുസരിച്ച് ചെയ്യുക. ജസ്റ്റ് എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ. അതിനനുസരിച്ച് എല്ലാ പോർഷൻസും എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്ത് പോകും.